2026 നിങ്ങൾ ഇതിൽ ഏത് ലെയറിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ 2026 എങ്ങനെ ആയിരിക്കും എന്നുള്ളത് തന്നെ തീരുമാനിക്കുന്നത്. നമ്മളുടെ ബ്രെയിനിന് ടോട്ടലി 3 ലെയർ ആണ് ഉള്ളത്. അതില് ആദ്യത്തെ ലെയറിന്റെ പേരാണ് സർവൈവൽ ലെയർ എന്ന് പറയാ. അതായത് സർവൈവൽ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോവുക എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. അഡിക്ഷൻസ്, പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുക, ഇതൊക്കെ ഉള്ളത് ഈ ഒരു സർവൈവൽ ലെയറിലാണ്. ഓക്കെ, നമ്മളുടെ ബ്രെയിനിന്റെ ആദ്യത്തെ ലെയറിന്റെ പേരാണ് സർവൈവൽ ലെയർ. ഒരുപാട് അഡിക്ഷൻസ് കിടക്കുന്നത്, മാറ്റിവെക്കല്, പ്രോക്രാസ്റ്റിനേഷൻ, മടി, ഇതെല്ലാം കിടക്കുന്നത് നമ്മളുടെ ഈ ഒരു സർവൈവൽ ലെയറിനകത്താണ്. രണ്ടാമതൊരു ലെയർ ഉണ്ട്. ഈ രണ്ടാമത് ലെയറിന്റെ പേരാണ് എമോഷണൽ ലെയർ. എമോഷണൽ ലെയർ എന്ന് പറയും. ഇവിടെ എന്താണ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് എമോഷണലി പെട്ടെന്ന് നിങ്ങളുടെ ഈഗോ വർക്ക് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതും കഴിക്കാനുള്ള ഡോപ്പമീൻ ക്രേവിങ്സ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാനുള്ള, പോയി കുറെ ജങ്ക് ഫുഡ്സ് കഴിക്കാനുള്ള ടെൻഡൻസി എന്നുള്ളത് ഉണ്ടാവുന്നുണ്ട്. പല മൂഡ് സ്വിങ്സ്, ഇപ്പൊ ഹാപ്പി പിന്നീട് സാഡ്, ഇപ്പോ ഭയങ്കര മോട്ടിവേറ്റഡ്, കുറച്ച് കഴിഞ്ഞാൽ തീരെ മോട്ടിവേറ്റഡ് അല്ല, ഇപ്പൊ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിന്തിക്കും, നാളെ രാവിലെ എണീക്കുമ്പോ ഡിസിപ്ലിനും ഇല്ല, ഒന്നുമില്ല. ഇതാണ് എമോഷണൽ ലെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് മറ്റൊരു ലെയർ ഉണ്ട്. ആ ലെയറിന്റെ പേരാണ് എക്സിക്യൂട്ടീവ് ലെയർ. എക്സിക്യൂട്ടീവ് ലെയർ. ഈ എക്സിക്യൂട്ടീവ് ലെയറിലാണ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക, നല്ല ഡിസിഷൻസ് എടുക്കുക, ഇതെല്ലാം വർക്ക് ആവുന്നത് ഈ ഒരു എക്സിക്യൂട്ടീവ് ലെയറിലാണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിന് ടോട്ടലി 3 ലെയർ ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്നുള്ളത് സർവൈവൽ ലെയർ. അതായത് സർവൈവൽ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഡിക്ഷൻസ്, എന്തെങ്കിലും ചെയ്ത് സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ആ ഒരു ലെയർ എന്ന് പറയുന്നത്. അഡിക്ഷൻസ്, മദ്യം ആവാം, ഫോൺ അഡിക്ഷൻ ആവാം, ഇതെല്ലാം കിടക്കുന്നത് ഈ സർവൈവൽ ലെയറിലാണ്. പ്രോക്രാസ്റ്റിനേഷൻ. മറ്റൊന്നാണ് എമോഷണൽ ലെയർ, മറ്റൊന്ന് ആണ് നമ്മളുടെ എക്സിക്യൂട്ടീവ് ലെയർ എന്നുള്ളത്. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചോളൂ, ഈ ലോകത്ത് 95% ആളുകളും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ സർവൈവൽ ലെയറിലും എമോഷണൽ ലെയറിലും നിന്നുകൊണ്ടാണ്. നമ്മളുടെ ഇടയില് ഓരോ വർഷവും നിങ്ങളുടെ ഉള്ളില് ഒരു മൈൻഡിന്റെ ഒരു യുദ്ധം എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കും. 2026 നിങ്ങൾ ഇതിൽ ഏത് ലെയറിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ 2026 എങ്ങനെ ആയിരിക്കും എന്നുള്ളത് തന്നെ തീരുമാനിക്കുന്നത്. എമോഷണൽ ലെയറിൽ നിന്നും സർവൈവൽ ലെയറിൽ നിന്നും ആണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 26 അല്ല 27 വന്നാലും ഒന്നും മാറാൻ പോകുന്നില്ല. 95% ആളുകളുടെ ലൈഫിലും ഒരു മാറ്റവും ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് അവര് ഈ 2 ലെയറിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഏത് ലെയറിൽ നിന്നാണ് നമ്മളുടെ ലൈഫ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മള് ഒരു അഡിക്ഷനിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്കിപ്പോ പഞ്ചസാരയുടെ കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ഷുഗർ അഡിക്ഷൻ ഉണ്ട്, ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, മാസ്റ്റർബേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്യപാനത്തിന്റെ കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ളത്. നമ്മൾ അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് പല സയന്റിഫിക് സ്റ്റഡീസിലും പറയുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ളത് 10 മുതൽ 20% വരെ ചുരുങ്ങും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ബ്രെയിന് അത്രയും ആക്റ്റീവ് ആയിട്ട് നിലനിൽക്കാനും, മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിൽക്കാനും, അത്രയും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും, ബ്രെയിന് അത്രയും ഒരു ഉത്തേജനത്തിൽ നിലനിൽക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒന്നാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു അഡിക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ഇത് 10 മുതൽ 20% വരെ ഇതിന്റെ വലിപ്പം എന്നുള്ളത് കുറയും ഉത്തരം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് പലതും ചെയ്യാനായിട്ടുണ്ട് പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ, മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ല, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ. ഇതുകൊണ്ടാണ്
നിങ്ങൾക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയാത്തത്. അതൊരു വ്യക്തി വേണമെങ്കിലും ആവാട്ടോ, വ്യക്തികളുമായിട്ടുള്ള അഡിക്ഷൻ വേണമെങ്കിലും ആവാം, മൊബൈൽ അഡിക്ഷൻ ആവാം. നിങ്ങളുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നുള്ളത് 10 to 20% ചുരുങ്ങും. അങ്ങനെ അത് ഡിക്രീസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷനോ ഒരു വാശിയോ ഇതൊന്നും ഉണ്ടാവണം എന്നുള്ളതില്ല. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.